നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മറ്റൊരു മന്ത്രിയെ കൂടി നഷ്ടമാകുന്നു. ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഒരു നാറിയ കേസിൽ ഒരു മുൻ മന്ത്രി ഉൾപ്പെടുന്നത്. തൊണ്ടി മുതൽ കൃത്രിമ കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ കേസിൽ മുൻ മന്ത്രിയും തിരുവനന്തപുരം MLA-യുമായിട്ടുള്ള ആന്റണി രാജു കുറ്റക്കാരനാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ശിക്ഷാവിധി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏറെ സജീവമാകുന്നു. ഒരുപക്ഷെ 3 പതിറ്റാണ്ട് മുൻപത്തെ ഒരു കുറ്റകൃത്യത്തിന് വിധി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആന്റണി രാജുവിൻ്റെ ഭാവി എന്താകും എന്നുള്ള ആകാംക്ഷയടക്കം മാധ്യമങ്ങളിലൂടെ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. 34 വർഷം മുമ്പ് നടന്ന സംഭവത്തിനാണ് ഇപ്പോൾ വിധി പറയുന്നത്. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ആന്റണി രാജുവിനെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങളൊക്കെ, അതായത് ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള 8ഓളം നിർണായക വകുപ്പുകൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു. കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള മുൻ കോടതി ജീവനക്കാരൻ KS ജോസും കുറ്റക്കാരനാണെന്ന് കോടതി തന്നെ കണ്ടെത്തി. ശിക്ഷാവിധിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ CJM കോടതി പിന്നീട് പ്രഖ്യാപിക്കും. ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതിൽ നെടുമങ്ങാട് കോടതിക്ക് അതിനുള്ള അധികാര പരിധിയുണ്ടോ എന്ന കാര്യമാണ് ചർച്ചയാകുന്നത്. വിധിയിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടിയാൽ ആന്റണി രാജുവിന് MLA സ്ഥാനം നിമിഷ നേരം കൊണ്ട് തന്നെ നഷ്ടമാകും. കോൺഗ്രസിനാകട്ടെ വലിയ പ്രതിരോധം തീർക്കാനുള്ള ഒരവസരമായി അതിനെ നോക്കിക്കാണാനും സാധിക്കും. ഇപ്പോൾ കേസ് പരിഗണിക്കുന്ന കോടതിക്ക് 3 വർഷം വരെ മാത്രമേ ശിക്ഷ വിധിക്കാനായി സാധിക്കൂ. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ജീവപര്യന്തം വിധിക്കുക? ആ ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ എന്ത് നീക്കം നടത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കേസിൻ്റെ വിധി മേൽക്കോടതിയെ കൊണ്ട് നടത്തണമെന്നാണ് ആവശ്യം. ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അത് പരിഗണിച്ച് ഇനി മേൽക്കോടതിയിലേക്ക് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഏറെ നിർണായകമായിട്ടുള്ള വിഷയവും അതുതന്നെ ആയിരിക്കും. ഇനി വിധി പറഞ്ഞാൽ തന്നെ പരമാവധി 3 വർഷം ശിക്ഷ മാത്രമാണ് ആന്റണി രാജുവിന് കിട്ടുക. 1990-ൽ 60 ഗ്രാം ഹാഷിഷുമായി പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ വേണ്ടി അന്ന് കോടതിയിൽ വലിയൊരു കൃത്രിമം കാണിച്ചു. തൊണ്ടി മുതലുണ്ടായിരുന്ന അടിവസ്ത്രം, അതിൽ കൃത്രിമം കാണിച്ചു എന്നതാണ് കേസ്. ആൻഡ്രൂവിൻ്റെ അഭിഭാഷകനായിരുന്നു അന്ന് ആന്റണി രാജു. കോടതി ക്ലർക്കായിട്ടുള്ള ജോസിൻ്റെ സഹായത്തോടെയാണ് അന്ന് തൊണ്ടി മുതൽ, അതായത് ഈ പറയുന്ന അടിവസ്ത്രം കൈപ്പറ്റി വെട്ടിത്തച്ച് ചെറുതാക്കി തിരിച്ചെത്തിച്ചു. അതായത് കോടതിയിൽ വാദിക്കാൻ സാധിക്കും, ഈ കണ്ടെത്തിയിരിക്കുന്ന തൊണ്ടി മുതൽ അത് പ്രതിയുടേതല്ല, കാരണം അടിവസ്ത്രം പാകമാകുന്നില്ല. അങ്ങനെയായിരുന്നു അന്ന് അനുകൂല വിധി ഹൈക്കോടതിയിൽ നിന്നും നേടിയെടുത്തത്. വർഷങ്ങൾക്കിപ്പുറം ഓസ്ട്രേലിയയിൽ വെച്ച് മറ്റൊരു കേസിൽ സമാനമായി ജയിലിൽ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അന്ന് നടന്നുവെന്ന് സഹതടവുകാരനോട് ആൻഡ്രൂ തന്നെ വെളിപ്പെടുത്തി. ഇന്റർപോൾ വഴി CBIക്കും തുടർന്ന് കേരള പോലീസിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഒരു പുനരന്വേഷണം കേസിൽ നടത്തിയത്. IPC 409 വിശ്വാസവഞ്ചന, 120B ഗൂഢാലോചന, 201 തെളിവ് നശിപ്പിക്കൽ, 465 വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ കോടതി ശരിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാദം കേട്ട കോടതിക്ക് ഈ വകുപ്പുകൾക്ക് പരമാവധി ശിക്ഷ വിധിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ CJM കോടതി ശിക്ഷ വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രോസിക്യൂഷൻ്റെ അപേക്ഷ. CJM കോടതി ആയിരിക്കും അങ്ങനെ ശിക്ഷാവിധി പറയുക. ജീവപര്യന്തം ശിക്ഷ വിധിക്കാവുന്ന കുറ്റമായതുകൊണ്ട് തന്നെ ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനം അടക്കം ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കമടക്കം തുലാസിലായി. സാൽവദോറിൻ്റെ അഭിഭാഷകയുടെ ജൂനിയറായിരുന്ന ആന്റണി രാജു കോടതിയിലെ ക്ലർക്കിൻ്റെ സഹായത്തോടെയാണ് ഈ അട്ടിമറിയൊക്കെ തന്നെ നടത്തിയത്. എന്നാൽ പിന്നീട് ഈ വിവരം വെളിപ്പെട്ടതോടെ 1994-ൽ കേസെടുത്തു. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രത്തിൽ കൃത്രിമത്വം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്തു. അങ്ങനെ പ്രതിക്ക് വേണ്ടി ഹാജരായ ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസും പ്രതികളായി മാറി. പിന്നീട് കേസ് അന്വേഷിച്ച പോലീസാകട്ടെ കോടതി ജീവനക്കാരനായിട്ടുള്ള KS ജോസിനെ 1-ാം പ്രതിയാക്കി, ആന്റണി രാജുവിനെ 2-ാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. നെടുമങ്ങാട് കോടതിയിൽ വിചാരണ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ വഞ്ചനാകുറ്റം കൂടി പ്രതികൾക്കെതിരെ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകനായിട്ടുള്ള അനിൽ ഇമ്മാനുവൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പിന്നീട് ഈ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയാണ് കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കിയത്. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ആന്റണി രാജു സുപ്രീം കോടതി വരെ എത്തിയെങ്കിൽ പോലും വിചാരണ പൂർത്തിയാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. കേസിൽ 29 സാക്ഷികളുണ്ടെങ്കിലും 19 പേരെ മാത്രമാണ് വിസ്തരിച്ചത്. കുറ്റപത്രം സമർപ്പിച്ച് 13 വർഷം കഴിഞ്ഞാണ് 30-ലധികം തവണ ഈ കേസ് മാറ്റിവെക്കേണ്ടി വന്നു. 1 വർഷത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന അന്ത്യശാസനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അങ്ങനെയാണ് പുതിയ നടപടി സ്വീകരിച്ചത്. ഈ ആൻഡ്രൂ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട്, കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിലേക്ക് എത്തി. ഒരു കൊലക്കേസിലായിരുന്നു പ്രതിയായത്. മെൽബൺ റിമാൻഡ് സെൻറ്ററിലേക്ക് എത്തി. അവിടെ വെച്ചായിരുന്നു സഹതടവുകാരനുമായി അങ്ങനെ ഒരു രഹസ്യം പങ്കുവച്ചത്. അതുതന്നെയാണ് ഇന്ന് ആന്റണി രാജുവിന് വലിയ വാരിക്കുഴി തോണ്ടിയത്.
കേരളത്തിലെ ലഹരി കേസിൽ അഭിഭാഷകന്റെയും കോടതിയിലെ ക്ലർക്കിന്റെയും സഹായത്തോടെ താനന്ന് കുറ്റമുക്തനായി തന്റെ അടിവസ്ത്രം മാറ്റി എന്നുള്ള കാര്യമൊക്കെ തന്നെ സഹതടവുകാരനോട് പറഞ്ഞു. എന്നാൽ ഈ സഹതടവുകാരനാകട്ടെ അന്ന് കേസ് അന്വേഷിച്ച സംഘത്തോട് ഈ വിവരം വെളിപ്പെടുത്തി. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലും സമാനമായി പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഇയാൾ നടത്തിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ 96 ജനുവരി 25 സഹതടവുകാരൻ്റെ മൊഴി കാൻബറയിലെ ഇന്ത്യയിലെ ഇന്റർപോൾ യൂണിറ്റായിട്ടുള്ള CBIക്ക് കൈമാറി. പിന്നീട് CBI കേരള പോലീസിന് ഈ കത്ത് നൽകി. പിന്നീട് തൊണ്ടിമുതലിലെ കൃത്രിമം ചൂണ്ടിക്കാട്ടി KK ജയമോഹൻ ഹൈക്കോടതിയെ സമീപിച്ചു. പിന്നീട് തൊണ്ടിമുതൽ കേസിൽ പുനരന്വേഷണം നടത്തി. വഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർ നടപടികളൊക്കെ തന്നെ അന്ന് മുടങ്ങി. അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് വിജയിച്ച ആന്റണി രാജു MLA ആയി മാറിയത്. 2005 IG ആയിരുന്ന TP സെൻകുമാർ കേസ് പുനരന്വേഷിക്കാനായി ഉത്തരവിട്ടു. 2006 വഞ്ചൂർ കോടതിയിൽ പോലീസ് കുറ്റപത്രം കൊടുത്തെങ്കിലും നടപടി നീണ്ടു നിന്നു. പിന്നീട് 2014 കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി. പല കാരണങ്ങൾ കൊണ്ട് 30-ലധികം തവണ ഇങ്ങനെ മാറ്റിവെക്കേണ്ടി വന്നു. അതായത് പരമാവധി വലിച്ചു നീട്ടിക്കൊണ്ടു പോവുക, ശിക്ഷ വിധിച്ചാൽ ഉറപ്പായും താൻ പ്രതിയായിരിക്കും, തനിക്ക് പണി കിട്ടുമെന്ന് ഉറപ്പ് ഒരുപക്ഷെ ആന്റണി രാജുവിനുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ വഞ്ചനാക്കുറ്റം കൂടി പ്രതികൾക്കെതിരെ ചുമത്തി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ അപേക്ഷിച്ചിട്ട് പോലും കനിഞ്ഞില്ല. 1 വർഷത്തിനകം വളരെ പെട്ടെന്ന് വിചാരണ നടപടി പൂർത്തീകരിക്കണമെന്ന കട്ടായം സുപ്രീം കോടതി പറയുകയുണ്ടായി. അങ്ങനെയാണ് പ്രതി വക്കീൽ തന്നെയായത്. എന്തായിരുന്നാലും ഇനി എന്താകും ഭാവി എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.